താമസിക്കുന്നത് സിറ്റി സെന്ററിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ചെറിയൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കറണ്ടിലി സിറ്റി സെന്ററിനുള്ള അവൈലബിൾ ആയിട്ടുള്ള 3 ബാങ്കുകളുണ്ട്. ഒന്ന് ബാർക്ലേസ് ബാങ്ക്, പിന്നെ രണ്ടാമത്തെയാണ് HSBC ബാങ്ക്. നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ കാണാം HSBC ബാങ്ക്. HSBC ബാങ്ക് ഇതാ കോർണറിൽ കാണുന്നതാണ്, എൻ്റെ ബാക്കിൽ കാണുന്നത്. പിന്നെ ഉള്ളതാണ് നാറ്റ്വെസ്റ്റ് ബാങ്ക്. ഇപ്പോൾ ഈ ബാങ്കുകളെല്ലാതും നമ്മുടെ ഈ നിൽക്കുന്നതിൻ്റെ സിറ്റി സെൻറ്ററിൻ്റെ ചുറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇവിടെ ഒരു ISA ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പ്ലാനുണ്ട്. അത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഗവൺമെൻറ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 25% ബോണസ് നമുക്ക് തരും. അപ്പോൾ അത് നമുക്ക് ഇവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അന്വേഷിച്ച് പോയിട്ട് 3 ബാങ്കുകൾ നമ്മൾ കയറി. 3 ബാങ്കുകൾ കയറിയ സമയത്ത് 3 ബാങ്കുകളും ആ ഒരു മെത്തേഡിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള ആ ഒരു അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ISA ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ 3 ബാങ്കുകളും കയറി. അപ്പോൾ 3 ബാങ്കുകളിൽ നിന്നും അങ്ങനെ ഒരു റെസ്പോണ്ടാണ് കിട്ടിയത്. അപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയൊരു പാക്കേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് വേറെ ഏതെങ്കിലും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് അന്വേഷിച്ച് അവസാനം നമ്മൾ 3 ബാങ്കുകൾ, മെയിനായിട്ടുള്ള 3 ഫേമസ് ആയിട്ടുള്ള നാറ്റ്വെസ്റ്റ്, HSBC, അതുപോലെ തന്നെ ബാർക്ലേസ്, 3 ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്നുള്ള ഒരു റിസർച്ചിലാണ്. അതിങ്ങനെ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നല്ല ക്ലൈമറ്റാണ് കണ്ടോ, പുറത്ത് നല്ല ക്ലൈമറ്റാണ്, സൂപ്പർ ക്ലൈമറ്റ്. പിന്നെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ കോഫി ഗ്രെക്സിന്ന് നമ്മൾ ലാറ്റ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ലാറ്റ മേടിച്ചുകൊണ്ടാണ് യാത്ര. അപ്പോൾ നേരം വെളുത്ത് വരുന്നുള്ളൂ, ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് വ്യഗ്രതയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏകദേശം സമയം ഇവിടെ ഒരു 10 മണിക്ക് ആയിട്ടുള്ളൂ. ഓക്കെ, തൊട്ട് ബാക്കിൽ കാണാം, തൊട്ട് പുറകിൽ പള്ളിയുണ്ട്, കത്തീഡ്രൽ ചർച്ചുണ്ട്. അപ്പോൾ കത്തീഡ്രൽ ചർച്ച് ഉണ്ട് ഇവിടെ. കത്തീഡ്രൽ ചർച്ചിലൊക്കെ ആളുകളൊക്കെ ഭയങ്കര കുറവാണ്. ചെറുതായിട്ട് രാവിലെ തന്നെ മഴ ചാരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ ചാരി കാരണം ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഒന്ന് ചൂടായി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് നടന്നു നോക്കി നോക്കാം, സിറ്റി വോക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കുറേ പ്രാവശ്യം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 3 മാസം കഴിയുന്ന സമയത്ത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ, പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ വരാറുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ പോയി നോക്കി നോക്കാം. പതുക്കെ സിറ്റി സ്ക്വയറിൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ആളുകളൊക്കെ ഇങ്ങനെ തിരക്ക് പിടിച്ച് വന്നുകൊണ്ടിരിക്കണം. ഓട്ടോ നല്ല മണം വരുന്നുണ്ട് ഓരോ സൈഡിൽ നിന്ന്. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. 2 സൈഡിലും കഫയാണ്, അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ 2 സൈഡിൽ നിന്ന്. നമ്മൾ സിറ്റി സെൻ്ററോടെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ അധികം ഷോപ്പുകൾ 2 സൈഡിലും ഉണ്ട് കണ്ടോ, അടിപൊളിയല്ലേ. ആളുകളൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ രാവിലത്തെ ഒരു നടത്തത്തിലാണ് എല്ലാവരും. നല്ല മഴ പെയ്യുന്നുണ്ട്, മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ വന്നപ്പോൾ മഴ ഇങ്ങനെ കഴിഞ്ഞിട്ട് നിൽക്കായിരുന്നു, പക്ഷെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം നടന്നില്ല. അതായത് ഈ ബാങ്കുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവായിട്ട് നമ്മളൊരു വേറൊരു ആപ്പ് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൻ്റെ പേര് മണി ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. ആ ആപ്പിൽ നമുക്ക് ലൈഫ് ടൈം ISA അക്കൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഈ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് വീട് വാങ്ങിക്കുന്ന സമയത്ത് ഗവൺമെൻറ് നമുക്കൊരു 25% UK ബോണസായിട്ട് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണം കേട്ടോ. ആ ഒരു പരിപാടി ലൈഫ് ടൈം ISA അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട്
അങ്ങനെ ഇപ്പോൾ ഇവിടെ കറൻ്റിലി ബാങ്കുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് നെക്സ്റ്റ് മൂവ് എന്താണെന്ന്. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ സിറ്റി സെൻറ്ററിലേക്ക് വന്നത്. സിറ്റി സെൻറ്ററിലേക്ക് വന്നപ്പോൾ ഒരു കോഫി കുടിച്ച് അതിനുശേഷം നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കുറേ നാളായിട്ട് ഇവിടെ എത്തിയിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് നാളായി. മുന്നേ 2-3 മാസം മുന്നേറുന്നു വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പുതിയ ഷോപ്പുകളൊക്കെ ബാക്കിൽ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഫുഡിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ പുതിയ ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് സെയിമൊക്കെ തന്നെയാണ്. അങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു ബ്ലോഗിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ ഈ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ISA ലൈഫ് ടൈം ISA അക്കൗണ്ട് നമുക്ക് ഇവിടുത്തെ ബാങ്കുകളിൽ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ആൻസർ കിട്ടി, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് അവൈലബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതുപോലെ ലൈഫ് ടൈം ISA അക്കൗണ്ടുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ. ഇത്ര ചെറിയൊരു വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറയാൻ പറ്റും, ഷോർട്ടായിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് നമ്മളെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളും വ്ളോഗായിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എന്താണ് ഈ ലൈഫ് ടൈം ISA അക്കൗണ്ട്, എന്താണ് UK-ലത്തെ അങ്ങനെയുള്ള ഡീറ്റെയിൽസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ അതായത് നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളൊന്നും ഈ ഒരു അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ NatWest ബാങ്കിലൊക്കെ NatWest ബാങ്കിനെ അന്വേഷിച്ച സമയത്ത് അവർ ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ള അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. വേറെ സ്റ്റോക്കിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലൈഫ് ടൈം കാറ്റഗറിയിലുള്ള ISA അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിങ്കിൽ കയറി നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ UK-ലത്തെ UKGOയുടെ വെബ്സൈറ്റിനുള്ളിലുള്ള ഇൻഫർമേഷൻസാണ്. ഓക്കെ, ഇത് പുതിയതായിട്ട് ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിയാതിരിക്കാം. അപ്പോൾ ഇത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകൾ കറണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അന്വേഷിച്ച് സമയം കളയണ്ട. ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ ചിലപ്പോൾ തുടങ്ങാം, നമുക്കറിയില്ല. പക്ഷേ കറണ്ടിൽ ഇന്നത്തെ ഈ ദിവസം വരെ, അതായത് ഒരു ജൂൺ 2025 മാസം വരെ ഇതുവരെ ഒന്നും പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ അടുത്ത മാസം വരാതിരിക്കാം. അപ്പോൾ അതെന്തായാലും കീപ്പ് ഓൺ അപ്ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് നമുക്കത് പുതിയതായിട്ട് ഇവിടെ വരുന്ന എക്സ്പാറ്റ്സിന് അല്ലെങ്കിൽ ഇമിഗ്രൻസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് തരുന്ന ഒരു സിസ്റ്റമാണത്. ഓക്കെ, 25% നമ്മൾ ഒരു 4,000 നമ്മൾ ഇയർലി നമ്മൾ ആഡ് ഓൺ, അതായത് 4,000 പൗണ്ട് നമ്മൾ ആ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 25% ഗവൺമെൻറ് ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ആവുന്ന സമയത്ത് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും. അതാണ് ബേസിക്കലി എൻ്റെ സ്ട്രക്ചർ. ഓക്കെ, മാക്സിമം നമുക്ക് 20,000 പൗണ്ട് വരെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചുരുക്കരൂപം. ഇപ്പോൾ മെയിൻ പോയിന്റ്, നാഷണലൈസ്ഡ് ബാങ്കുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആപ്പ് നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ ഹൈലൈറ്റ് പറയുന്നത് മണി ബോക്സ് പറഞ്ഞിട്ടുള്ളൊരു ആപ്പുണ്ട്. മണി ബോക്സ് ആപ്പിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. മണി ബോക്സ് ആപ്പിൽ കയറിയതിന് ശേഷം ഒരു ലൈഫ് ടൈം ISA പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ ഓരോ വർഷം നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന വരെ നമുക്ക് മാക്സിമം 4,000 വരെ നമുക്ക് UK-യിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം ഫിനാൻഷ്യൽ എൻഡ് ആവുന്ന സമയത്ത് അതിൻ്റെ 25% നമുക്ക് ഗവൺമെൻറ് തിരിച്ച് നമുക്ക് തരും. അതാണ് അതിൻ്റെ മെത്തഡോളജി വരുന്നത്. അപ്പോൾ പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ജോബ് നോക്കുന്നുണ്ടെങ്കിൽ തൊട്ട് ബാക്കിൽ ഇവിടെ സിറ്റി സെൻറ്ററിന് അവിടെ ജോബ് സെൻറ്റർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പീറ്റർബോ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ UK-യിൽ വരുന്നവർക്ക് പെട്ടെന്നൊരു ജോബ് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് CV കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോബ് കിട്ടുന്നതായിരിക്കും. ഒരു പുതിയൊരു ഓഫീസാണ്. അവിടേക്ക് വേണമെങ്കിൽ CV ഒക്കെ ഒന്ന് അയച്ച് നോക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അങ്ങനെ ചെറിയ മാറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായി, 2-3 മാസമായി ഇവിടേക്ക് വന്നതിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ബാക്കിൽ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ബീഫ് കിട്ടും. ബീഫ് നാട്ടിലുള്ള ബീഫിൻ്റെ അത്ര ക്വാളിറ്റി ഉള്ളൊരു ബീഫാണ്
കിട്ടുന്നു ഇവിടെ. തൊട്ട് ബാക്കിൽ ഷോപ്പ് നോക്കി വെച്ച പീറ്റർബോയിലേക്ക് വരുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബീഫ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. മഴ ചാറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ആ ഷോപ്പിൽ കയറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫിഷൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫിഷുണ്ട്, ബീഫുണ്ട്, എല്ലാവിധ മീറ്റുകളുള്ള ഒരു ഷോപ്പാണ്. അവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കേടില്ലാത്ത ബീഫൊക്കെ ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ നാട്ടിലത്തെ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ അന്വേഷിച്ച് പോകുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, പിന്നെന്താണ്, അങ്ങനെയാണ് പരിപാടികൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിൽ ഷോപ്പുകൾ നിറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കൂടുതൽ ഷോപ്പുകൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ തൊട്ട് ബാക്കിൽ ഒരു ഡിങ്കി ഡോനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിലറുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് സാധനം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ എന്താണ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ അന്വേഷണമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മഴ ഇനി വലിയ മഴ വരുന്നേക്കാളും മുന്നേ പതുക്കെ നമുക്ക് എവിടേക്ക് പോവാം, വീട്ടിലേക്ക് പോവാം. പിന്നെ ഭയങ്കര UK ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അത് നന്ദൂസ് എന്നാണ് പേരൊക്കെ. എല്ലാവരും കേട്ടിട്ടുണ്ടോ? നന്ദൂസ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. നന്ദൂസ് റെസ്റ്റോറൻറ്റിലേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ടാക്കോ ബെല്ലുണ്ട് പറഞ്ഞു. നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ടാക്കോ ബെല്ലുണ്ട്. പിന്നെ പിസ്സ എക്സ്പ്രസ് ഉണ്ട്. കുറേ അധികം ഷോപ്പുകൾ സിറ്റി സെൻറ്ററിൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ സിറ്റി സെൻറ്ററിലേക്ക് ഒരു വൺ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി സെൻറ്ററിൻ്റെ പുറത്ത് പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടേക്ക് വരാം. ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണുന്ന ബിൽഡിങ്സൊക്കെ കുറച്ച് പഴയ ബിൽഡിങ്സാണ്. കത്തീഡ്രലിൻ്റെ ബിൽഡിങ്സാണ്. അപ്പോൾ ആ കത്തീഡ്രലൊക്കെ ഒന്ന് കാണാം. ചുറ്റും കുറേ അധികം കഫേകളുണ്ട്. അപ്പോൾ കഫേകളൊക്കെ ഒന്ന് കയറാം. അങ്ങനെയുള്ള ഒരു സെൻറ്ററാണ് സിറ്റി സെൻറ്റർ. നമ്മൾ വീണ്ടും മുന്നേ കുറേ വ്ളോഗുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടുതൽ മണ്ടയോട് എടുത്തെടുത്ത് കാണിക്കുന്നില്ല. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് പോകണം. തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് നമുക്ക് ആദ്യം എത്താം. ബസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നമുക്ക് ബസ് കയറിയിട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാൾ ക്രോസ് ചെയ്തിട്ടാണ് ബസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ പതുക്കെ മാളിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും ഷോപ്പുകളാണ് കേട്ടോ. തിരക്കായി ഓടിയിട്ടുണ്ട്. ഒരു 10:30 കഴിയുന്ന സമയം റഷായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഷോപ്പിംഗ് മാള് വൈകുന്നേരം 6 മണി 6:30 വരെയാണ് തുറക്കുള്ളൂ. അവിടെ തന്നെ ഈ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലാണ് ഒഡിയോൺ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒഡിയോൺ എന്തുള്ളത് സിനിമ തിയേറ്റർ ഉള്ളത്, ഐമാക്സിൻ്റെ. അപ്പോൾ നമ്മളിവിടേക്ക് നമ്മുടെ ലൂസിഫർ കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ലൂസിഫറല്ല, എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. എമ്പുരാൻ. ഓക്കെ, തൊട്ടപ്പുറത്ത് ഇവിടെ പ്രൈമാർക്ക് കൂടെ കാണാം. വലിയ പ്രൈമാർക്ക് ഉണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മേടിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമാർക്കിലേക്ക് വരാം. പ്രൈമാർക്കിൽ വന്നിട്ട് ഒന്ന് കറങ്ങിയിട്ട് പോവാം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുന്ന സിറ്റി സെൻറ്ററിലേക്ക് ഒന്ന് കറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമാർക്ക് ഒരു ഓപ്ഷനായിട്ട് വെക്കാം. എന്തെങ്കിലും സാധനമാണ് മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരുവിധം ഷോപ്പുകളല്ലാതും ഇതിൻ്റെ ഉള്ളിൽ അവൈലബിളാണ്. അപ്പോൾ നമ്മൾ ഈ ക്യൂൻസ്കേറ്റിൻ്റെ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് എവിടേക്ക് പോകുന്നത്, ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പിന്നെ ഒഡിയോണിൻ്റെ ഐമാക്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഐമാക്സ് ഇവിടെ ബാക്കിലുണ്ട്. തൊട്ടപ്പുറത്തൊരു H&M ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു സെൻറ്ററാണ് കത്തീഡ്രൽ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂൻസ്കേറ്റ് ബസ് സ്റ്റേഷനാണ്. ബസ് സ്റ്റേഷനുള്ളിൽ കയറിയിട്ടാണ് നമുക്ക് ഇവിടേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.
ബസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ഏകദേശം എത്തിയപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബസ് സ്റ്റേഷനിലാണ്. ബസ് സ്റ്റേഷനിലേക്ക് നമ്മൾ താഴേക്ക് പോകണം. ഓക്കെ, ബസ് സ്റ്റേഷന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബസ്സൊക്കെ കയറി ഇറങ്ങി. ഇവിടെയും മഴ ചാറുന്നുണ്ട്. അപ്പോൾ മഴ ഇന്ന് ഒരുവിധം നമ്മുടെ ഏരിയയിൽ ഫുള്ളും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നൈറ്റ് ആവുന്ന സമയത്താണ് കുറച്ച് മഴ നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ പതുക്കെ നടന്ന് അവിടേക്ക് എത്താട്ടാ. മഴ ഈ ഒരു ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? നല്ല ക്ലൈമറ്റ് ആണോ? മഴ ചാറുന്ന ഒരു ക്ലൈമറ്റ് എനിക്കിപ്പോൾ ഇഷ്ടമാണ്. പക്ഷെ വല്ലാണ്ട് അധികം മഴ ആയി കഴിഞ്ഞാൽ അത്ര സുഖമില്ല. പക്ഷെ ചെറുതായിട്ടുള്ളൊരു മഴച്ചാറിൽ നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഴച്ചാറിലാണ്. ആ മഴയത്ത് ഇങ്ങനെ നൈസായിട്ട് മഴ കൊണ്ട് പോണത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്. പിന്നെന്താണ്, സാൾട്ട് ഓഫ് പ്രൊഡ്യൂസ് പറഞ്ഞിട്ടുള്ള ചാനൽ കാണാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാം, ലൈക്ക് അടിക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു പേജ് ഉണ്ട്. ആ പേജിൽ നമ്മൾ പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിങ് വീഡിയോ ഇങ്ങനെയാണ്. ഓക്കെ, അതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മളൊരു ചെറിയൊരു റിസർച്ചിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കത്തീഡ്രൽ സ്ക്വയറിലേക്ക് നമ്മൾ പോയത്. 3 ബാങ്കിൽ നമ്മൾ കയറിയായിരുന്നു. 3 ബാങ്കിലും നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആപ്പ് ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മണി ബോക്സ് എന്നാണ് ആപ്പിൻ്റെ പേര്. പുതിയതായിട്ട് UK വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കി. താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ലിങ്കിൽ കയറി ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമുക്ക് താഴത്തെ ആ ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എന്താ കാരണം താഴെ കൂടെ കുറച്ച് പട്ടികൾ 3-4 ഒരുമിച്ച് പോയായിരുന്നു. ആണ് ബ്രേക്കായി കേട്ടോ. ഇപ്പം ചിലവരിങ്ങനെ ആ പട്ടീനെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ നോക്കി കടന്നില്ലെങ്കിൽ ചില പട്ടീനെ കയറി ചവിട്ടും. അപ്പോൾ ആ ലിങ്കിൽ കയറി നോക്കിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ്. ഇത് പുതിയതായിട്ട് നമ്മൾ അറിഞ്ഞ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ അറിഞ്ഞവർ നേരത്തോടെ അറിഞ്ഞവരുണ്ടായിരിക്കാം. ഇനി എന്തായാലും ഒരു പുതിയൊരു സ്കീമാണ്. ആദ്യമായിട്ട് പുതിയതായിട്ട് വീട് മേടിക്കുന്നവർക്ക് ഒരു 25% ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് ഇനി വീണ്ടും കാണാം. ഇനി ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട്, ട്രാവൽ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ വീണ്ടും കാണാം. സീ യു ദെൻ.